സാമൂഹ്യപരമായി അവിടെ വന്ന മാറ്റങ്ങൾ കൂടി ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ശങ്കുട്ടിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് അവിടെ വളരെ കൃത്യമായി കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ അനിയന്ത്രിതമായ ഒരു കുടിയേറ്റത്തിൻ്റെ കണക്കൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. അനിയന്ത്രിതമായ രീതിയിലാണ് ഈ മേഖലയിലൊക്കെ അവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ജനസംഖ്യാ വർധനവ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അനിയന്ത്രിതമായ ഒരു എണ്ണം അവിടെ വർദ്ധിക്കുന്നത് നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ കാലാകാലം ഭരിക്കുന്ന സർക്കാരുകൾ അത് കണ്ടില്ലെന്ന് നടക്കുകയാണ്. പ്രത്യേകിച്ച് മമത വന്നതിന് ശേഷമൊക്കെ അവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ പോലും കഴിയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളാകട്ടെ അതിർത്തി പങ്കിടുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി അവിടെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് താനും. അപ്പോൾ ഈ അനിയന്ത്രിതമായ ഈ ജനസംഖ്യാ വർധനവിനെ കൂടി ചേർത്തുകൊണ്ടല്ലേ ഈ പ്രശ്നത്തെ നമ്മൾ സമീപിക്കേണ്ടത്? നീലിമ, യഥാർത്ഥത്തിൽ ഒരു ഡെമോഗ്രാഫിക് എലമെൻ്റ് ഈ കോൺഫ്ലിക്റ്റിൻ്റെ പിന്നിൽ ആരോപിക്കാം തീർച്ചയായും. കാരണം ഭാരതം സ്വതന്ത്രമായതിനു ശേഷം നടന്ന ആദ്യ സെൻസസിൽ 1951 സെൻസസിൽ പശ്ചിമ ബംഗാളിൻ്റെ ഒരു ജനസംഖ്യാ അനുപാതം എന്ന് പറയുന്നത് 20% അവിടുത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിൻ്റെ അംഗസംഖ്യ. ഇപ്പോഴത് ഏറ്റവും അവസാനത്തെ ഔപചാരിക സെൻസസ് നടന്ന 2011 കണക്കനുസരിച്ച് അത് 27% എത്തി നിൽക്കുന്നു. 27.2% എത്തി നിൽക്കുന്നു. കഴിഞ്ഞ 14 വർഷമായി സെൻസസ് നടന്നിട്ടില്ല. അപ്പോൾ ആ ഒരു അനുപാതത്തോത് ഇപ്പോൾ ഏതാണ്ട് 30% എത്തി നിൽക്കുന്നു. അപ്പോൾ ഇതൊരു വസ്തുതയാണ്. അപ്പോൾ അതൊരു വസ്തുതയായിട്ട് നോക്കാം. അപ്പം ഡെമോഗ്രാഫിക്കലി ദർ ഇസ് എ ചേഞ്ച്. ഈ ചേഞ്ചിൻ്റെ കാരണം ജൈവികമായ വളർച്ചയാണോ അതോ അതിർത്തി കടന്നു വരുന്ന ജനസംഖ്യ, അതിർത്തി കടന്നു വരുന്ന ബംഗ്ലാദേശിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ഇന്ത്യയിലേക്ക് വരുന്ന ഭാഗ്യാന്വേഷികൾ അവരുടെ എണ്ണത്തിൽ വരുന്ന ഭീമമായ വർധനയാണോ, കാലാകാലങ്ങളിൽ സംഭവിച്ച വർധനയാണോ, ഇത് ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. മാത്രമല്ല അതിർത്തി വലിയ അതിർത്തിയാണ്. ശ്രീ സേനാപതി വേണു സൂചിപ്പിച്ചതുപോലെ 4800 പരം കിലോമീറ്ററുള്ള അതിർത്തിയാണ്. അപ്പോൾ ബംഗ്ലാദേശിന് അതിർത്തിയിലുള്ള ഏറ്റവും വലിയ സംസ്ഥാനം ബംഗാളാണ്. അവിടെ തന്നെ ഏതാണ്ട് 1/3 ബംഗ്ലാദേശുമായിട്ടുള്ള ആകെ അതിർത്തിയിൽ ഏതാണ്ട് 1/3 പശ്ചിമ ബംഗാളുമായിട്ടാണ്. ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ ഇവിടെ 5 ജില്ലകളുടെ കാര്യം പറഞ്ഞു. പ്രധാനമായിട്ടും മൂർഷിദാബാദ് ജില്ല 66.6%. അത് കൃത്യം 2/3 എന്ന് പറയുന്നത് മുസ്ലിം ജനസാമാന്യമാണ്. അവിടെയാണ് ഈ കലാപം നടന്നിരിക്കുന്നത്. അതുപോലെ മാൽഡ ജില്ല, ഒരു കാലത്ത് ഗനിഖാൻ ചൗധരിയൊക്കെ അടക്കിയാണ് കോൺഗ്രസ് നേതാക്കൾ ഒരുപാട് കടന്നു വന്ന ഒരു പ്രദേശമാണ് മാൽഡ. മാൽഡയിലും 51% മുസ്ലിം ജനസംഖ്യയാണ്. അതുപോലെ ഈ ഒരു വടക്കൻ ജില്ലകൾ, അതിൽ ചില ജില്ലകളിലെല്ലാം മുസ്ലിം ജനസാമാന്യം 23, 24, 25% നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിം ജനസാമാന്യം ഏറെ അധിവസിക്കുന്ന ബംഗ്ലാദേശിനോട് അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ ബംഗ്ലാദേശ് സ്വാധീനം അത് സ്വാഭാവികമാണ്. കാരണം ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് മഹാഭൂരിപക്ഷം പ്രദേശങ്ങളും വേലി കെട്ടി അടച്ചു എന്ന് പറയുമ്പോഴും ദർ ഈസ് പോറസ് ഏരിയ ഇൻ ബോർഡർ. അല്ലാതെ ഒരുപാട് സുഷിരങ്ങൾ ആ ബോർഡറിലുണ്ട്. അത് നദികൾ ഉണ്ടാകാം, ചില ചെറിയ തോതിൽ വേലി കെട്ടൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ അതിർത്തി സംരക്ഷണ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശമുണ്ട്. അതുകൊണ്ട് യഥേഷ്ടം ആളുകൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കാവുന്ന രീതിയിലുള്ള അതിരുകളാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി, അത് പ്രത്യേകിച്ച് ബംഗാളിൻ്റെ അതിർത്തി മേഖലകൾ. അപ്പോൾ അതിലെ കടന്നു വരുന്ന ആളുകൾ ഇവരെങ്ങനെ സ്വീകരിക്കപ്പെടുന്നു? പശ്ചിമ ബംഗാളിൽ നാളിതുവരെയുള്ള ഭരണകൂടങ്ങളുടെ ഒരു പ്രൊഫൈൽ, ഒരു പൊളിറ്റിക്കൽ പ്രൊഫൈൽ എടുത്താൽ ആദ്യമകാലത്ത് 77 വരെ സ്വാതന്ത്ര്യാനന്തരം തുടർച്ചയായി കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ആയിരുന്നു ഭരണത്തിൽ. സിദ്ധാർത്ഥ ശങ്കർ റേയുടെ ഒക്കെ കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ. 77 ശേഷം കോൺഗ്രസ് പാർട്ടിക്ക് ബംഗാളിലേക്ക് എത്തി നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ മുഖ്യ പ്രതിപക്ഷമായിരുന്നു. ഭരണപക്ഷത്തേക്ക് വന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, CPM. അപ്പോൾ 77 മുതൽ 2011 പുറത്താക്കുക ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ സമയത്ത് ഈ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിന് വെളിയിൽ പോകുന്നത് വരെ വലിയ തോതിലുള്ള CPMൻ്റെ ഒരു കാഡർ ബേസ് ആൻഡ് വോട്ട് ബേസ് മുസ്ലിം പോപ്പുലേഷൻ്റെ വലിയ പിന്തുണ CPMനുണ്ടായിരുന്നു.
മാത്രമല്ല വലിയ തോതിലുള്ള ഈ ഹൂളിഗൻ എലമെൻറ്റ്സ് ഓൾസോ പ്രൊവൈഡഡ് സോ കോൾ സ്റ്റെബിലിറ്റി ടു ദ ഗവൺമെൻറ്. അതായത് ബൂത്ത് പിടിച്ചുകൊണ്ടും എതിരാളികളെ ന്യായമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇരുന്നു കൊണ്ടും ബംഗാളിൽ ഈ ഭരണകക്ഷിയുടെ തേർവാഴ്ചയാണ് സംഭവിച്ചത്. അതിനുശേഷം നോക്കൂ, 2011 മമതാ ബാനർജി അധികാരത്തിൽ വരികയാണ്. മമതാ ബാനർജി വീണ്ടും 2016 ആദ്യം 294 അംഗ സഭയിൽ മമതാ ബാനർജി ഏതാണ്ട് 188 സീറ്റുകളുമായി ആദ്യം വരുന്നു. അതിനുശേഷം അത് വർദ്ധിപ്പിച്ചു, 214 സീറ്റായി, പിന്നീട് 217 സീറ്റായി. അപ്പം അങ്ങനെ വൻ ഭൂരിപക്ഷത്തിൽ മമതാ ബാനർജി വരുമ്പോൾ എൻ ബ്ലോക്ക് മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് CPM നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും CPM നിന്നും വലിയ തോതിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഒഴുകി. അങ്ങനെയെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ പുറത്താണ് ഒരു 30% വരുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ്. ഒരു ത്രികോണ മത്സരം വന്നാൽ പിന്നീട് ജയിക്കാൻ വേണ്ടതൊരു ചെറിയ നമ്പർ മാത്രമാണ്. അപ്പം തൃണമൂൽ കോൺഗ്രസിന് വീക്ക്നെസ് ഉണ്ടായ ജില്ലകളെല്ലാം തന്നെ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള പടിഞ്ഞാറൻ ജില്ലകളാണ്. ജാർഖണ്ഡ്, ബീഹാറുമായിട്ടും ഒറീസയുമായിട്ടും ഒക്കെ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് നേട്ടമുണ്ടായതും തൃണമൂൽ കോൺഗ്രസിന് കോട്ടമുണ്ടായതും. അങ്ങനെ വരുമ്പോൾ ഈ ജനസംഖ്യാ സ്പ്രെഡ് എന്ന് പറയുന്നത് ഈക്വലി സ്പ്രെഡ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിന്റ്. അവിടെയാണ് ബംഗ്ലാദേശ് സ്വാധീനമുള്ള ജില്ലകളിൽ ആണ് ഇപ്പോൾ ഈ കലാപം നടന്നിരിക്കുന്നത്. അത് വഖഫ് എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റായി എന്നത് കേവലം സ്വാഭാവികം മാത്രമാണ്. അതൊരു വഖഫ് അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം. ഇപ്പോൾ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനായി ഭാരതത്തിൻ്റെ പുറത്ത് നിന്ന് കടന്നു വരുന്ന ചിന്തകളും ശക്തികളും, അതിർത്തി കടന്നു വരുന്നതോ അല്ലെങ്കിൽ ആഭ്യന്തരമായി കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതോ ആയ ശക്തികൾ ശ്രമിക്കുന്നുവെങ്കിൽ ഇവിടെ ഒരു അരാജകത്വം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ചില ശക്തികളെങ്കിലും ഇതിന് പുറത്തുണ്ടാകാം. അവരുടെ പ്രവർത്തനം ഈ ചില കമ്മ്യൂണിറ്റികൾ ആധിപത്യമുള്ള ജില്ലകളിൽ സംഭവിക്കുന്നു. അവിടെ ബംഗാളിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ്, ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ജില്ലയാണ് മൂർഷിദാബാദ് എന്ന് ഓർക്കണം. അതിനടുത്തുള്ള മാൽഡ ജില്ലയും ഏതാണ്ട് ഭൂരിപക്ഷം തന്നെയാണ്. അവിടെ ഏതാണ്ട് കാശ്മീരിന് സമാനമായൊരു സാഹചര്യം സംഭവിക്കുന്നു. ശ്രീനഗർ വാലിയിൽ നിന്നും ഹൈന്ദവരായ പണ്ഡിറ്റുകൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അവർക്ക് ജമ്മുവിലേക്കും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ ജമ്മുവിലേക്കും ഡൽഹിയിലേക്കും ഹിമാചൽ പ്രദേശിലുമൊക്കെ പലായനം ചെയ്യേണ്ടി വരുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് കിഴക്കൻ ജില്ലകളിൽ നിന്നും പടിഞ്ഞാറൻ ജില്ലകളിലേക്ക് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു. കാരണം ടാർഗറ്റഡ് അറ്റാക്കാണ്. ബംഗ്ലാദേശിൽ സംഭവിച്ചതിന് സമാനമായ ടാർഗറ്റഡ് അറ്റാക്ക് നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അതായത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അത് ഹിന്ദു സമുദായമാണ്. അതായത് ആ ജില്ല പ്രത്യേകമായി പറഞ്ഞാൽ മൂർഷിദാബാദ് ജില്ലയിലെ ചില പ്രദേശങ്ങളിലെ അവിടുത്തെ ന്യൂനപക്ഷ സമുദായമായ ഹിന്ദു സമുദായത്തിൻ്റെ കടകൾ, സ്ഥാപനങ്ങൾ, ഭവനങ്ങൾ, വ്യക്തികൾ, വാഹനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് സംഘടിതമായ ആക്രമണം നടന്നിരിക്കുന്നു. അതിലൊരു പിതാവും പുത്രനും, ഒരു ഫാദർ ആൻഡ് സൺ ഡിയോ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് വളരെ ഹീനമായ രീതിയിലാണ് അവരെ കൊല ചെയ്തിരിക്കുന്നത്. മറ്റൊരാൾ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. അങ്ങനെ 3 കാഷ്വാലിറ്റീസ് ഉണ്ടായി. 150ഓളം പേരെ അറസ്റ്റ് ചെയ്തു. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ആവശ്യപ്പെട്ടതനുസരിച്ച് കോടതിയുടെ പ്രത്യേക ഹൈക്കോടതിയുടെ, ബംഗാൾ ഹൈക്കോടതിയുടെ, കൽക്കട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ BSFൻ്റെ 8 കമ്പനി വരികയാണ്. അപ്പോൾ അവിടെ BSF വന്നപ്പോഴത്തേക്ക് ഈ കലാപം 3 ദിവസമായിട്ട് നിന്ന് വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം, ജുമാ നമസ്കാരത്തിന് ശേഷമാണ് ഇത്ര വലിയ രീതിയിൽ അവിടെ അക്രമവും തീവയ്പും ഒക്കെ ഉണ്ടാവുന്നത്. അതിനുശേഷം വന്ന ഒരു കാർണേജ് എന്ന് പറയുന്ന ഭയങ്കരമാണ്. ഇതിന്റെ യഥാർത്ഥ സ്ഥിതിവിവര കണക്കുകൾ പൂർണ്ണമായും എത്തിയിട്ടില്ല. അപ്പോൾ ഡാമേജ്, എക്സ്റ്റൻഡ് ഡാമേജ് ഈസ് മേ ബി മോർ. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എൻ്റെ പോയിന്റ് ഇതാണ്, യഥാർത്ഥത്തിൽ ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. ബംഗ്ലാദേശിന് സമാനമായ ചില സംഭവങ്ങൾ ഈ അതിർത്തി പ്രദേശങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് കരുതേണ്ടത്.